വെൽക്കം എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നത് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് സെപ്റ്റംബർ 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. ഇതിനകത്ത് പ്രോബ്ലംസ് ഭാഗങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 2020 എക്സാം ആണെങ്കിലും നടന്നത് നവംബർ മാസത്തിലായിട്ടായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കമ്പ്യൂട്ട് ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ 2 ohm റെസിസ്റ്റൻസ് യൂസിങ് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ഇത് ചോദിച്ചിരുന്നത്. ഇവിടെ 2 സോഴ്സസ് ഉണ്ട്. 2 ohmലൂടെ പോകുന്ന അല്ലെങ്കിൽ 2 ohmൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ പ്രത്യേകം ഓർക്കുക, സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ 10 volt സോഴ്സ് കാരണമുള്ള പവർ ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. സിമിലർലി നെക്സ്റ്റ് 3 ആംപിയർ കാരണമുള്ള പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നുകിൽ 2 ohmലൂടെ പോകുന്ന കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുക. റൈറ്റ്, അതായത് 10 volt കാരണം 2 ohmലൂടെ പോകുന്ന വോൾട്ടേജോ കറണ്ടോ കാൽക്കുലേറ്റ് ചെയ്യുക. സിമിലർലി 3 ആംപിയർ കാരണം പോകുന്ന വോൾട്ടേജോ കറണ്ടോ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് വോൾട്ടേജസിൻ്റെ കറണ്ടിൻ്റെ സമ്മേഷൻ എടുത്തിട്ട് വേണം പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഇൻഡിവിജ്വൽ പവേഴ്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യത്തില്ല. സോ ഞാൻ ഫസ്റ്റ് 10 volt സോഴ്സ് മാത്രം ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. സോ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് ആദ്യം ഒരു സോഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നു, മറ്റേ സോഴ്സ് ആ ടൈമിൽ ഡിസ്ട്രോയ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ 10 volt സോഴ്സ് എടുത്തു. സോ 10 volt 5 ohm 3 ആംപിയറിനെ ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. സോ അതുകൊണ്ട് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ടാണ് ചെയ്യുന്നത്, വോൾട്ടേജ് സോഴ്സിനെ ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ടുമാണ് ചെയ്യുന്നത്. സോ ഈ ടൈമിൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് 2 ohm എന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ്ലി വോൾട്ടേജ് ഈ 3 റെസിസ്റ്റൻസിലുമായിട്ട് സീരിയലിയാണ് സ്പ്ലിറ്റ് ചെയ്ത് പോകും. റൈറ്റ്, സീരീസ് കണക്ഷനാണ്, അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡിവിഷനാണ് നടക്കുന്നത്. സോ വോൾട്ടേജ് എന്ന് പറയുന്നത് 10 × 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 2 + 3 5, 5 + 5 is 10. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് 2 ohm = 2 volt എന്ന് കിട്ടി. റൈറ്റ്, വോൾട്ടേജ് 2 ohm ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് 2/2 ദാറ്റ് ഈസ് 1 ആംപിയർ കറണ്ടായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. റൈറ്റ്, സിമിലർലി നെക്സ്റ്റ് 3 ആംപിയർ കാരണമുള്ള ഫിഗർ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു 10 volt സോഴ്സ്, അതായത് വോൾട്ടേജ് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സോ ഇവിടെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്തു. നെക്സ്റ്റ് ഒരു 3 ആംപിയർ സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ 3 ആംപിയർ സോഴ്സ് ഇവിടെ വന്നു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 3 ohm ആണ്, അത് കഴിഞ്ഞിട്ട് ഒരു 2 ohm. റൈറ്റ്, ഇനി 2 ohmലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഈ കറണ്ട് ഇവിടെ വന്നിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും സ്പ്ലിറ്റ് ആവും. സോ കറണ്ട് ഡിവിഷൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ കറണ്ട് ത്രൂ 2 ohm = ടോട്ടൽ കറണ്ട് ഈസ് 3 × ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ 5 + 3 + 2 ദാറ്റ് ഈസ് 5 + 5. സോ 15/10 ദാറ്റ് ഈസ് 1.5 ആംപിയർ കറണ്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. റൈറ്റ്, ഇനി നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പവർ ഡിസിപ്പേറ്റഡ് ഇൻ 2 ohm = പവർ എന്ന് പറയുന്നത് നമുക്കറിയാം I² R ആണ്. ദാറ്റ് ഈസ് I എന്ന് പറയുന്നത് ഫസ്റ്റ് കറണ്ടും ഉണ്ടാവും, സെക്കൻഡ് കറണ്ടും ഉണ്ടാവും. സോ 1 + 1.5 ഈസ് 2.5² × R. R ഈസ് 2 ohm. ദാറ്റ് ഈസ് 2.5² എന്ന് പറഞ്ഞാൽ 6.25 ആണ്. 6.25 × 2 ഈസ് 12.5 വാട്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. ഞാനിവിടെ ചെയ്തത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകാം. കറണ്ട് ഇൻഡിവിജ്വൽ കറണ്ട്സ് ആഡ് ചെയ്തിട്ട് ഞാൻ I² R ആണ് എടുത്തത്. റൈറ്റ്, അല്ലാതെ ഞാൻ ഫസ്റ്റ് കേസിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കേസിലെ പവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം പവർ ഒരിക്കലും സൂപ്പർപൊസിഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. സൂപ്പർപൊസിഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ലീനിയർ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ്, അതായത് വോൾട്ടേജോ കറണ്ടോ മാത്രമാണ്. പവർ സ്ക്വയർഡ് ടേമാണ്, നോൺ ലീനിയർ ആണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ഡയറക്റ്റ്ലി. റൈറ്റ്, സോ നെക്സ്റ്റ് അഗെയിൻ ഇതും ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ സീരീസ് RC സർക്യൂട്ട് ഹാസ് R = 10 ohm ആൻഡ് C = 1 farad. ഇഫ് ദ സർക്യൂട്ട് ഇസ് കണക്റ്റഡ് ടു എ 10 volt DC സപ്ലൈ അറ്റ് ടൈം t = 0, find the time at which the voltage across the capacitor is 5 volt and second the circuit current at that instant. റൈറ്റ്, സോ ഒരു സീരീസ് RC സർക്യൂട്ട് പറയുന്നുണ്ട്. ഈ RC സർക്യൂട്ടിൽ 10 volt DC അപ്ലൈ ചെയ്ത ടൈം t = 0 ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 volt കപ്പാസിറ്ററിന് അക്രോസ് 5 volt എപ്പം ഒബ്റ്റെയിൻ ചെയ്യും, ആ ടൈമാണ് ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഒരു RC സർക്യൂട്ട് ഞാനിവിടെ വരച്ചു. നെക്സ്റ്റ് ഒരു 10 volt ഇവിടെ അപ്ലൈ ചെയ്തു. 10 അപ്ലൈ ചെയ്ത് t = 0 തൊട്ടാണ്. സോ
പ്ലസ് നെഗറ്റീവ് 10 വോൾട്ട് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു. റൈറ്റ്, ടി ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു കേസിൽ നേരത്തെ മെൻഷൻ ചെയ്താണ് കപ്പാസിറ്ററിന് അക്രോസ് 5 വോൾട്ട് എപ്പോൾ വരും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഇതിനു വേണ്ടി കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് എക്സ്പ്രഷൻ എഴുതി സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. ദാറ്റ് ഈസ് കപ്പാസിറ്റർ വോൾട്ടേജ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനിഷ്യൽ ഇ റൈസ് ടു മൈനസ് എ ടി. റൈറ്റ്, വെയർ എ ഈക്വൽ ടു 1 ടൈം കോൺസ്റ്റൻറ്റ്. ഇതൊരു RC കോമ്പിനേഷനാണ്. സോ അതുകൊണ്ട് തന്നെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് RC ആണ്. റൈറ്റ്, ഇനി ഇതെന്ന് പറയുന്ന ഫൈനൽ വാല്യൂ ആണ്. ഈ സർക്യൂട്ടിൻ്റെ ഫൈനൽ വോൾട്ടേജ് ആണ്. ഫൈനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് എത്തുമ്പോഴത്തേക്ക് 10 വോൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ ഇംപഡൻസ് ഇൻഫിനിറ്റി ആകും. 10 വോൾട്ടും ഈ കപ്പാസിറ്ററിന് അക്രോസ് തന്നെ ഫൈനൽ വോൾട്ടേജ് ആയിട്ട് ഡ്രോപ്പ് ചെയ്യും. സോ 10 മൈനസ് എഗെയിൻ ഫൈനൽ വാല്യൂ 10. നെക്സ്റ്റ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. കാരണം t<0 ഒന്നും കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ഇ റൈസ് ടു മൈനസ് 80 ആണ്. സോ നമുക്ക് എയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. 1/r is 10, c is 1. സോ 1/10 ദാറ്റ് ഈസ് 0.1 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സോ 0.1 t. റൈറ്റ്, ഇവിടെ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് തന്നെ തന്നിട്ടുണ്ട് 5 വോൾട്ട്. ദാറ്റ് ഈസ് 5 ഈക്വൽ ടു 10 മൈനസ് 10 ഇ റൈസ് ടു മൈനസ് 0.1 t. ദാറ്റ് ഈസ് 5 മൈനസ് 10 ഈസ് മൈനസ് 5. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 5 ഈക്വൽ ടു 10 e raised to minus 0.1 t or 1/2 equal to e raised to minus 0.1 t. So natural logarithm of 0.5, 1/2 is 0.5, natural logarithm of 0.5 equal to minus 0.1 t or t equal to natural logarithm of 0.5 by minus 0.1, that is equal to 6.93 seconds at obtained. നെക്സ്റ്റ് സെക്കൻഡ് ഹാഫിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ദ സർക്യൂട്ട് കറണ്ട് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻ്റ് ആണ്. ആ സർക്യൂട്ടിൽ പോകുന്ന കറണ്ട് ആ സമയത്തുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ടി ഈക്വൽ ടു 6.93 സെക്കൻഡിൽ കപ്പാസിറ്ററിന് അക്രോസ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന 5 വോൾട്ടാണെന്ന്. റൈറ്റ്, അപ്പോൾ കപ്പാസിറ്ററിന് അക്രോസ് 5 വോൾട്ട് ഉണ്ടെങ്കിൽ ഇവിടെ 10 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്ററിന് അക്രോസും എത്ര വോൾട്ട് തന്നെ കാണും? 5 വോൾട്ട് തന്നെ കാണും. റൈറ്റ്, അപ്പം റെസിസ്റ്ററിൽ 5 വോൾട്ട്, കപ്പാസിറ്ററിന് 5 വോൾട്ട്, ടോട്ടൽ അപ്ലൈ ചെയ്തിരിക്കുന്ന 10 വോൾട്ട്. സോ ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എന്ന് വെച്ചാൽ ആറും സിയും സീരീസാണ്. അതായത് ആറിക്കൂടെ പോകുന്ന കറണ്ട് തന്നെയാണ്. സോ കറണ്ട് അറ്റ് 6.93 സെക്കൻഡ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ഈ റെസിസ്റ്ററിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 5 ഡിവൈഡഡ് ബൈ റെസിസ്റ്ററിൻ്റെ വാല്യൂ. റൈറ്റ്, കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 ആംബിയേഴ്സ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ I ഈക്വൽ ടു C ഇൻറ്റു dV/dt എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. അതിൽ എളുപ്പമായിട്ട് ഇത് കണക്ക് ചെയ്തെടുക്കാൻ ഈ പ്രോബ്ലത്തിൽ പറ്റുന്നുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ സ്വിച്ച് ഹാസ് ബീൻ അറ്റ് പൊസിഷൻ 1 ഫോർ എ ലോങ് ടൈം. At t equal to 0, the switch is moved to second position. Find the current flowing through the 1 ohm resistance for t equal to 0 using Laplace transform method. Right, so switch ഫസ്റ്റ് പൊസിഷനിൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്, അപ്പം ആ ഒരു കേസിൽ അതായത് t<0 ഫിഗർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരയ്ക്കാം. സോ ഒരു 1 ohm ഉണ്ടായിരുന്നു, 5 വോൾട്ട് സോഴ്സ് ഉണ്ടായിരുന്നു, സ്വിച്ച് ആ സമയത്ത് ഫസ്റ്റ് പൊസിഷനിലായിരുന്നു. സോ കപ്പാസിറ്റർ ആ ടൈമിൽ സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുമ്പം ഓപ്പൺ സർക്യൂട്ട് ആവും. സോ കപ്പാസിറ്ററിന് അക്രോസ് ആ ടൈമിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 5 വോൾട്ട് കംപ്ലീറ്റ്ലി തന്നെ ഡ്രോപ്പ് ചെയ്യും. സോ ഇനിഷ്യൽ വോൾട്ടേജ്, റൈറ്റ്, ഇനിഷ്യൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 5 വോൾട്ടായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റഡി സ്റ്റേറ്റ് അതായത് t>0 ഫിഗർ നമുക്ക് ചെക്ക് ചെയ്യാം. സെക്കൻഡ് വൺ, അതിൽ സ്വിച്ച് സെക്കൻഡ് പൊസിഷനിലെത്തുമ്പം കപ്പാസിറ്ററിൻ്റെ ഈ എസ് ഡൊമൈനിലേക്ക് ഞാനിത് കൺവേർട്ട് ചെയ്താണ് വരയ്ക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ കറസ്പോണ്ടിംഗ്ലി 1/SC ആണ്. സി ഇവിടെ 1 ആയിട്ട് തന്നിട്ടുണ്ട്. സോ 1/SC. നെക്സ്റ്റ് ഒരു വോൾട്ടേജ് സോഴ്സ് വരും. ആ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്ന +-V0 മൈനസ്, റൈറ്റ്, ഈ ഫോമിലാണ് അത് വരുന്നത്. ഇനിഷ്യൽ വോൾട്ടേജ് ബൈ എസ് എന്നാണ് വരുന്നത്. സോ ഇനിഷ്യൽ വോൾട്ടേജ് നമുക്ക് 5 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. അത് ഡിവൈഡഡ് ബൈ എസ്. റൈറ്റ്, അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഭാഗം അതായത് ഈ ഒരു പോർഷൻ ഞാനിപ്പോൾ വരച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് മാത്രമാണുള്ളത്. റൈറ്റ്, കറണ്ട് ഈ രീതിയിലാണ്, ഈ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് എസ് ഡൊമൈൻ ആയതുകൊണ്ട് I(s) ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്തു.
ഇതിൻ്റെ വാല്യൂ 1 ohm ആയിട്ടും തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് KVL എഴുതി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ആൻസറായി 5/s ഈക്വൽ ടു I(s) കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1/s പ്ലസ് 1 റൈറ്റ്. 5 ഇത് സിംപ്ലിഫൈ ചെയ്യാം. 5 ഈക്വൽ ടു I(s) ഇൻറ്റു 1 പ്ലസ് എസ് ബൈ എസ് വരും. എസ്സും ഇവിടെ ക്യാൻസൽ ചെയ്തു. സോ I(s) ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ ആൻസർ I(t) ഈക്വൽ ടു 5 ഇൻറ്റു 1/s പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം e⁻⁻t ആണ്. ഇവിടെ s പ്ലസ് 1 ആയതുകൊണ്ട് e⁻⁻t u(t) ആയിട്ടും കൂടെ ഡിനോട്ട് ചെയ്യണം. റൈറ്റ്. t ഗ്രേറ്റർ ദാൻ 0 ഈ പറഞ്ഞ ഈവൻസ് നടന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് 5 e⁻⁻t u(t). സോ നെക്സ്റ്റ് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചിരുന്നത്. ഫൈൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് across the 8 ohm resistor using Norton's theorem. Also calculate the power dissipated in the resistance. സോ ഈ 8 ohm റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറൻറ്റും പവറുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് യൂസിങ് നോട്ടൺസ് തിയറം. നെക്സ്റ്റ് നോട്ടൺസ് തിയറം വെച്ച് ഈ 8 ohm വരുന്ന ഭാഗം ഷോർട്ട് സർക്യൂട്ടായി. റൈറ്റ്. ഷോർട്ട് സർക്യൂട്ടായി. ബാലൻസ് ഉള്ള എലമെൻസിനൊന്നും ഒരു ചേഞ്ചും ഇല്ല. 2J5 ഇവിടെ ഒരു 20 ആംഗിൾ 30 റൈറ്റ്. 20 ആംഗിൾ 30 ആംബിയർ. നെക്സ്റ്റ് ഒരു 4 ohm ഉണ്ടായിരുന്നു. നെക്സ്റ്റ് -J12 റൈറ്റ്. ഇനി ഇവിടെ കൂടെ പോകുന്ന കറണ്ടാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ടായിട്ട് വരുന്നത്. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കറണ്ട് ഡിവിഷൻ റൂള് മാത്രമേ ഉള്ളൂ. സോ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈക്വൽ ടു 20 ആംഗിൾ 30 ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഇതാണ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബ്രാഞ്ച്. റൈറ്റ്. സോ അതുകൊണ്ട് 2 + J5 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ സമ്മേഷൻ. ദാറ്റ് മീൻസ് 2 + 4 is 6 6 -J12 -5. 12 - 5 is 7. സോ 6 - J7. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 11.68 ആംഗിൾ 147.6 ഡിഗ്രി ആംബിയേഴ്സ്. റൈറ്റ്. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി തന്നെ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ബ്രാക്കറ്റ്സ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കണക്ക് എല്ലാത്തിനും ബ്രാക്കറ്റ്സ് ഇട്ട് തന്നെ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോങ് ആൻസർ കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. തന്നെ നെക്സ്റ്റ് നമുക്ക് നോട്ടൺസ് റെസിസ്റ്റൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. നോട്ടൺസ് റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു പോർഷനിൽ നിന്ന്, അതായത് തെവെനിൻ റെസിസ്റ്റൻസ് തന്നെയാണ് നോട്ടൺ റെസിസ്റ്റൻസ്. സോ ഈ ഒരു പോർഷനിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ബാലൻസ് ഉള്ള എലമെൻറ്റ്സ് എല്ലാം ഞാൻ അതുപോലെ വരയ്ക്കുകയാണ്. ഇവിടെ ഒരു 2 ഉണ്ടായിരുന്നു, ഇവിടെ ഒരു J5 ഉണ്ടായിരുന്നു. 8 ohmനെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ടൈമിലുണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. ആ സമയത്ത് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യണം. അതായത് കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ടും ചെയ്യണം. സോ നമ്മുടെ ഫിഗർ ഈ ഫോമിൽ മോഡിഫൈ 2J5 റൈറ്റ്. 2J5 4 - J2. സോ ഇവിടെ ഈ രണ്ട് പോയിന്റുകളിൽ നിന്ന് നോക്കുന്ന റെസിസ്റ്റൻസ് ആണ്. അത് വേറൊന്നുമല്ല, ഇതെല്ലാം സീരീസ്ലി കണക്റ്റഡ് ആണ്. റൈറ്റ്. സോ ആ നോട്ടൺ റെസിസ്റ്റൻസ് തന്നെ നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിരുന്നത് ടോട്ടൽ സമ്മേഷൻ ഓഫ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 6 - J7. സോ ഇത്രയും നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇനി നോട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. നോട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടിൽ ആദ്യം ആ കറണ്ട് സോഴ്സ് വന്നു. ദാറ്റ് ഈസ് 11.68 ആംഗിൾ 147.6 ഡിഗ്രി ഉള്ള കറണ്ട് സോഴ്സ് വന്നു. നെക്സ്റ്റ് പാരലായിട്ട് ഒരു ഇമ്പിഡൻസ് വന്നു. ആ ഇമ്പിഡൻസിൻ്റെ വാല്യൂ ആണ് നോട്ടൺസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ നോട്ടൺസ് ഇമ്പിഡൻസ് ആയിട്ട് തന്നിരിക്കുന്ന 6 - J7 റൈറ്റ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് 8 ohm റൈറ്റ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കറണ്ട് ത്രൂ 8 ohm റെസിസ്റ്റൻസ് ആണ്. കറണ്ട് ത്രൂ 8 ohm റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ഇവിടം വരെ ടോട്ടൽ കറണ്ട് കാണും. പിന്നീട് ഈ ഒരു പോർഷനിലും ഈ ഒരു പോർഷനിലുമായിട്ട് സ്പ്ലിറ്റ് ആവും. സോ കറണ്ട് ഡിവിഷൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ കറണ്ട് 11.68 ആംഗിൾ 147.6 ഡിഗ്രി ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6 - J7 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 6 - J7 + 8 ദാറ്റ് ഈസ് 14 - J7. സോ ഇത് സോൾവ് ചെയ്യുമ്പം 6.88 ആംഗിൾ 124.7
ഡിഗ്രി ആംബിയസ് ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യും. എഗെയിൻ ബ്രാക്കറ്റ്സ് പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്യാൻ ഓർത്തിരിക്കണം. ഇനി അതിനോടൊപ്പം ഞാനൊരു കാര്യം കൂടെ മെൻഷൻ ചെയ്യുകയാണ്. എപ്പോഴും ആൻസർ കീക്കകത്ത് 6 ആംഗിൾ തീറ്റ ഫോമാറ്റിലാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആൻസർ നമുക്ക് A+IB ഫോമിൽ കണ്ടിരുന്നാലും അത് 6 ആംഗിൾ തീറ്റയിലേക്ക് ഡിനോട്ട് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത്. നെക്സ്റ്റ് ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ പറഞ്ഞിരുന്നത് പവർ ഡിസിപ്പേറ്റഡ് ആയിരുന്നു. റൈറ്റ്, പവർ നമുക്കറിയാം, പവറിൻ്റെ എക്സ്പ്രഷൻ പവർ ഈക്വൽ ടു I² × R ആണ്. റൈറ്റ്, ഇവിടെ നമ്മൾ I കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് I8 ohm. അത് 6.88 ആംഗിൾ 124.77 കിട്ടിയിട്ടുണ്ട്. അത് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് 8 ഓമിലോട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇൻറ്റു 8 നമുക്കത് സോൾവ് ചെയ്യുമ്പോൾ ഒപ്റ്റെയിൻ ചെയ്യുന്നത് -132.36 -354, റൈറ്റ്, 354.787 J എന്നാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. റൈറ്റ്, പവറാണ്. പവർ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ ABS അബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് -132.36 സ്ക്വയർ പ്ലസ് 354.787 സ്ക്വയർ. എഗെയിൻ ഞാൻ ആ മൈനസ് ഇൻസേർട്ട് ചെയ്താൽ ഇല്ലെങ്കിലും വ്യത്യാസമൊന്നും തന്നെ ഇല്ല, കാര്യം സ്ക്വയർ എടുക്കുന്നുണ്ട്. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് 379 വാട്ടായിട്ട് വരും. സോ 379 വാട്ടാണ് ഇതിൻ്റെ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ റെസിസ്റ്റൻസ്. നെക്സ്റ്റ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. വെരിഫൈ റെസിപ്രോസിറ്റി തിയറം ഫോർ ദ ഗീവൺ സർക്യൂട്ട്. റൈറ്റ്, സോ റെസിപ്രോസിറ്റി തിയറം വെച്ചിട്ട് ഇവിടെ ഒരു 10 വോൾട്ട് സോഴ്സ് കാരണം ഇവിടെ കൂടെ പോകുന്ന കറൻറ്റ് ഞാൻ I1 ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. റൈറ്റ്, ഇനി ഈ 10 വോൾട്ട് സോഴ്സ് നെക്സ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുമ്പം അതേ കറൻറ്റ് ഈ ഓപ്പോസിറ്റായിട്ട്, അതായത് ഇവിടെ കൂടെ പോകുന്നുണ്ടെങ്കിൽ റെസിപ്രോസിറ്റി തിയറം സാറ്റിസ്ഫൈ ചെയ്തു എന്നാണ്. റെസിപ്രോസിറ്റി തിയറത്തിൻ്റെ ഇതേ കണക്കുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മാട്രിക്സ് ഇക്വേഷൻ വെച്ച് തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് കാൽക്കുലേറ്ററിൽ അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമുള്ളൂ. സോ ക്രിച്ചോസ് വോൾട്ടേജ് ലോ വെച്ച് മെഷ് ഇക്വേഷൻസ് നമുക്ക് നോട്ട് ചെയ്യാം. ഫസ്റ്റ് മെഷിലെ വോൾട്ടേജ് സോഴ്സ് മാർക്ക് ചെയ്യാണ്, ദാറ്റ് ഈസ് 10 വോൾട്ട് മാത്രമേ ഉള്ളൂ. സിമിലർലി സെക്കൻഡ് മെഷിലെ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് 0 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഫസ്റ്റ് മെഷിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് ദാറ്റ് ഈസ് 2 + 2 + 4 ദാറ്റ് ഈസ് 8. ഇനി ഫസ്റ്റ് മെഷും സെക്കൻഡ് മെഷും ഷെയർ ചെയ്യുന്ന ഇമ്പിഡൻസ് 2. പ്രത്യേകം ഓർക്കുക, I1ൻ്റെ ഡയറക്ഷൻ ഡൗൺവേർഡ് ആണ്, I2ൻ്റെ ഓപ്പോസിറ്റാണ്. സോ അതുകൊണ്ട് നെറ്റ് കറൻറ്റ് രണ്ട് കറൻറ്റും ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് സൈൻ നെഗറ്റീവ് യൂസ് ചെയ്യണം. റൈറ്റ്, സിമിലർലി സെക്കൻഡ് ലൂപ്പും ഫസ്റ്റ് ലൂപ്പും ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻസും -2 തന്നെയാണ്, ഇതേ റെസിസ്റ്റൻസ് തന്നെയാണ്. ഇനി ലാസ്റ്റ് ലൂപ്പിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 3 + 3 ദാറ്റ് ഈസ് 6. 3 + 1 + 2 ദാറ്റ് ഈസ് 6 ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് ഇവിടെ കൂടെ പോകുന്ന കറൻറ്റ്സ് I1 I2 ആണ്. കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് കിട്ടും. അത് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്ന I1 = 1.363 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. സിമിലർലി I2 = 0.4545 ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. ഇതാണ് നമ്മുടെ IA ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് കേസിന് വേണ്ടി ഞാൻ ഈ 10 വോൾട്ട് സോഴ്സ് ഈ എൻഡിലേക്ക് മാർക്ക് ചെയ്യാണ്. റെസിസ്റ്റൻസിന് ഒന്നിനും ഒരു ചേഞ്ചും ഇല്ല. ദാറ്റ് ഈസ് ഒരു 2 ഓം ഉണ്ടായിരുന്നു, 3 ഓം ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഒരു അനദർ 2 ഓം ഉണ്ടായിരുന്നു, പിന്നെ ഒരു 1 ഓം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമെ ഇവിടെ ഇരുന്ന 10 വോൾട്ട് ഞാൻ ഈ സൈഡിലോട്ട് കണക്ട് ചെയ്തു. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു 4 ഓം കൂടെ ഉണ്ടായിരുന്നു. റൈറ്റ്, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1ഉം ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I2 ആയിട്ട് മാർക്ക് ചെയ്യാണ്. നേരത്തെ എഴുതിയ കണക്ക് നമ്മൾ മെട്രിക്സ് ഇക്വേഷൻ എഴുതുകയാണ്. ഫസ്റ്റ് ലൂപ്പിൻ്റെ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെയില്ല, സോ അതുകൊണ്ടത് 0 ആയി. സിമിലർലി സെക്കൻഡ് ലൂപ്പ് നമ്മൾ എടുക്കുമ്പം ഒരു 10 വോൾട്ട് സോഴ്സ് ഉണ്ട്, ബട്ട് ഇത് ഡെലിവർ ചെയ്യുന്ന കറണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന കൺവെൻഷനായിട്ട് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന I2ന് ഓപ്പോസിറ്റാണ്. സോ അതുകൊണ്ട് -10 വന്നു. നെക്സ്റ്റ് ടോട്ടൽ ഇമ്പിഡൻസ് മെട്രിക്സ് ആണ് എഴുതേണ്ടത്. അത് ഒരു വ്യത്യാസവും നേരത്തെ എഴുതിയ അതേ മെട്രിക്സ് തന്നെയാണ്. സോ അതുകൊണ്ട് അത് ഡയറക്റ്റ്ലി തന്നെ ഞാൻ അങ്ങ് ഫില്ല് ചെയ്തു. നെക്സ്റ്റ് I1 I2 നമുക്കിത് സോൾവ് ചെയ്യുമ്പം I1 = -0.4545 എന്ന് ഒപ്റ്റെയിൻ ചെയ്തു. സിമിലർലി നെക്സ്റ്റ് I2 നമുക്ക് ആവശ്യമുള്ള ഒരു എലമെൻ്റ് അല്ല ഇതിനെ സംബന്ധിച്ച്. എനിവേ അത് -1.181 ആയിട്ടും ഒപ്റ്റെയിൻ ചെയ്തു. റൈറ്റ്, ഇനി ഈ I1 ആണ് IBനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. റൈറ്റ്, I1ഉം IBയും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. റൈറ്റ്, റെസിപ്രോസിറ്റി തിയറം വെച്ച്
ഐ എ എന്ന് പറഞ്ഞ കറണ്ട് 10 വോൾട്ട് സോഴ്സ് കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ 10 വോൾട്ട് സോഴ്സ് ഇവിടെ കണക്ട് ചെയ്യുമ്പം ഇതേ ഡയറക്ഷനിൽ തന്നെ ഇതേ കറണ്ട് ഉണ്ടാകണം. സോ അതുകൊണ്ട് തന്നെ ഐ എ ഈക്വൽ ടു 0.4545 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി ആയിട്ട് തന്നെ വന്നു. ദാറ്റ് ഈസ് 0.4545. സോ അതുകൊണ്ട് തന്നെ റെസിപ്രോസിറ്റി തിയറം ഇത് ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന സർക്യൂട്ടാണ്. റൈറ്റ്. സോ നെക്സ്റ്റ് ഒരു 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ദ സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ ഈസ് ഇനിഷ്യലി അറ്റ് സ്റ്റഡി സ്റ്റേറ്റ് വിത്ത് ദ സ്വിച്ച് കെ ഓപ്പൺഡ്. If the switch is closed at t equal to 0, find the expression for the voltage across the capacitor for t greater than or equal to 0. Also find its steady state value. Right? So, ഇതിൽ correspondingly initial steady state അതായത് t less than or 0, t less than 0യിൽ നമ്മൾ സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പം സ്വിച്ച് ഓപ്പൺ ആയിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഒരു 1 ohm ഉണ്ട്. സിമിലർലി അടുത്ത ഒരു 1 ohm ഇവിടെയുണ്ട്. ഇനി 10 വോൾട്ട് സോഴ്സ് ഈ ഒരു പോർഷനിൽ കണക്ട് ചെയ്തിരുന്നു, പ്ലസ് മൈനസ് 10 വോൾട്ട്. ഇനി കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റ് ടി ലെസ് ദാൻ 0യിലും അറ്റൈൻ ചെയ്യുന്നതുകൊണ്ട് ഓപ്പൺ സർക്യൂട്ടഡായി. സോ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, അതായത് ഇനിഷ്യൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ഇൻറ്റു കപ്പാസിറ്റർ ഈ രണ്ട് പോയിൻറ്റ്സിന് അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത്. സോ ആ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 1 + 1 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വോൾട്ടായിട്ട് നമുക്ക് ഇനിഷ്യൽ വോൾട്ടേജ് ഒബ്റ്റെയിൻ ചെയ്തു. സോ ഇനി നമുക്ക് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലുള്ള ഫിഗർ വരയ്ക്കാം. ആ സമയത്ത് സ്വിച്ച് ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻഎഫക്റ്റീവ് 1 ohm സർക്യൂട്ടിൽ നിന്ന് മാറി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വരുന്ന ചേഞ്ച്. വേറെ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ല. ദാറ്റ് ഈസ് ഒരു 2 ohm ഇവിടെ വന്നു. നെക്സ്റ്റ് ഒരു 10 വോൾട്ട്, നേരത്തെ ഉണ്ടായിരുന്ന 10 വോൾട്ടാണ്, 10 വോൾട്ട് ഇവിടെ വന്നു. നെക്സ്റ്റ് ഇവിടെ ഒരു 1 ohm വന്നു. അത് കഴിഞ്ഞിട്ട് കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്ററിൻ്റെ വാല്യൂ 1/1 ഫാരഡാണ്. ഞാനിത് എസ് ഡൊമൈനിലേക്ക് മാറ്റാം. സോ അതുകൊണ്ട് 1/s ആയിട്ട് മാറി. നെക്സ്റ്റ് അത് കാരണം ഒരു ഇനിഷ്യൽ വോൾട്ടേജ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് 5 വോൾട്ടായിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്തത്. അപ്പോൾ 5/s റൈറ്റ്. കറസ്പോണ്ടിംഗ്ലി ഇനിഷ്യൽ വോൾട്ടേജ് ഉള്ളൊരു കപ്പാസിറ്ററിൻ്റെതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇനിഷ്യൽ വോൾട്ടേജ് ബൈ എസ് എന്ന് പറയുന്ന ഒരു അഡീഷണൽ ടേമും കൂടെ, അതായത് ഒരു അഡീഷണൽ വോൾട്ടേജ് സോഴ്സും കൂടെ എസ് ഡൊമൈനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ 5/s കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ 1 ohm നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് സ്വിച്ച് ക്ലോസ് ആവുന്നതോടുകൂടി അത് ഷോർട്ട് സർക്യൂട്ട് ആവുകയും അതിനൊരു എഫക്റ്റ് ഈ സർക്യൂട്ടിൽ ഇല്ലാതാകുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററാണ്. അപ്പം ഈ 2 പോയിൻ്റ് ഇടയ്ക്കാണ് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ജസ്റ്റ് ഇവിടുത്തെ നോഡ് ഇക്വേഷൻ എഴുതുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സ് ഒബ്റ്റെയിൻ ചെയ്യാം. 10 വോൾട്ടേജ് സോഴ്സ് ഫ്രീക്വൻസി ഡൊമൈനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 10/s ആയി. സോ ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം. വി ഓഫ് എസ് എസ് ഡൊമൈൻ ആയതുകൊണ്ട് ഞാൻ വി ഓഫ് എസ് ആയിട്ട് ഡിനോട്ട് ചെയ്ത് വി ഓഫ് എസ് മൈനസ് 10/s ഡിവൈഡഡ് ബൈ ആ റെസിസ്റ്റൻസ് 2 പ്ലസ് നെക്സ്റ്റ് വി ഓഫ് എസ് by 1, right, v of s by 1 plus next v of s minus 5/s divided by 1/s or into s equal to 0. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വി ഓഫ് എസ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ വി ഓഫ് എസ് ആദ്യം 1/2 വന്നു, നെക്സ്റ്റ് ഒരു 1 വന്നു, നെക്സ്റ്റ് എഗെയിൻ ഒരു 1 into s വന്നു, റൈറ്റ്. സോ അതുകൊണ്ട് എസ് വന്നു, റൈറ്റ്. ഇത് 1/2 ആണ്. ബാലൻസ് ഉള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റാം. -5/s into s ദാറ്റ് ഈസ് 5, റൈറ്റ്. ഇനി അതിനോടൊപ്പം ഇവിടുത്തത് ദാറ്റ് ഈസ് പ്ലസ് 10/2s. 10/2s എന്ന് പറയുമ്പോൾ 5/s, റൈറ്റ്. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. വി ഓഫ് എസ് ഇൻറ്റു 1 + 1/2 എന്ന് പറയുമ്പോൾ 1.5, 1.5 + s ഈക്വൽ ടു 5s + 5/s. That is v of s equal to 5s plus 5/s into s plus 1.5. So ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ വഴിയെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റൂ. v of s equal to a/s plus b/s plus 1.5 ആയിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യാം. സോ ഇതിനു വേണ്ടി എ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 5s + 5 ഡിവൈഡഡ് ബൈ എസ് വിട്ട് ബാലൻസ് ഉള്ള ടൈമാണ് എടുക്കുന്നത്. s + 1.5 അറ്റ് s = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ്
5 divided by 1.5. That is 10 by 3 ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. A equal to 10 by 3. Similarly B ചെക്ക് ചെയ്യാം. 5s plus 5 divided by s plus ബിയുടെ ഡിനോമിനേറ്റർ s plus 1.5 ആയിരുന്നു. സോ അത് എലിമിനേറ്റ് ചെയ്ത് ബാലൻസ് ഉള്ള പോർഷൻസ് ആണ് എടുത്തത്. ഇനി ഇത് ബിയുടെ ഡിനോമിനേറ്റർ ഇക്വൽ ടു 0 ചെയ്യുക. ദാറ്റ് ഈസ് s equal to -1.5. ഈ -1.5 ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ s equal to -1.5 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 5 into -1.5 is -7.5. -7.5 plus 5 that is -2.5 divided by -1.5. സോ ഇത് ഫ്രാക്ഷൻ്റെ ഫോമിൽ എഴുതുമ്പോൾ 5/3 ആയിട്ട് വന്നു. റൈറ്റ്. സോ നമുക്ക് വി ഓഫ് എസിനെ വി ഓഫ് എസ് ഈക്വൽ ടു ഇപ്പോൾ കിട്ടിയത് എ ഈക്വൽ ടു 10/3 ബൈ എസ് പ്ലസ് ബി എന്ന് പറയുന്നത് 5/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1.5. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. ദാറ്റ് ഈസ് ഫൈനൽ ആൻസറായി യു ഓഫ് ടി ഈക്വൽ ടു 10/3 യു ഓഫ് ടി 1/s ഇൻറ്റു യു ഓഫ് ടി ആണ് പ്ലസ് 5/3 ഇൻറ്റു ഇ റേസ് ടു -1.5t എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി ഈ ക്വസ്റ്റ്യനിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവും കൂടെ മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ വേറെ ഒന്നുമല്ല, ഇത് ട്രാൻസിയൻറ്റ് ടേമാണ്. റൈറ്റ്. ഇത് ഡീക്ക് ചെയ്ത് പോകും. കാരണം ഇതിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇ റേസ് ടു -1.5t ആണ്. ഇതിൻ്റെ ഷേപ്പ് ഈ ഷേപ്പിൽ വന്നു പോകുന്ന ഒരു കർവാണ്. ഇത് 10/3 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. സോ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ വേറെ ഒന്നുമല്ല, 10/3 തന്നെയാണ്. 10/3 വോൾട്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എ സീരീസ് RL സർക്യൂട്ട് വിത്ത് R equal to 10 ohm and L equal to 2 Henry is connected to a 20 volt DC supply at T equal to 0. Find the variation of inductor current and voltage across the resistor for T greater than 0 by deriving the expression for the same. Right. സോ അപ്പോൾ ടൈം ഡൊമൈൻ്റെ ഇക്വലൻറ്റ് ഫിഗറാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇവിടെ 20 വോൾട്ട് DC അപ്ലൈ ചെയ്തു എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്കിതിനെ കറസ്പോണ്ടിങ് എസ് ഡൊമൈനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. 10-ന് ഒരു ചേഞ്ചും ഇല്ല, 10 ohm തന്നെയാണ്. നെക്സ്റ്റ് ഇൻഡക്ടറിൻ്റെ വാല്യൂ SL ആണ്. ദാറ്റ് ഈസ് 2s ആയിട്ട് മാറും. L equal to 2 Henry ആണ്. സോ അതുകൊണ്ട് 2s ആയി. നെക്സ്റ്റ് ആ വോൾട്ടേജ് സോഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്തു. 20 വോൾട്ട് DC ആണ്. T greater than 0 അപ്ലൈ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഡെഫിനറ്റ്ലി അത് 20/s ആയിരിക്കും. റൈറ്റ്. ഇനി ഇവിടെ കൂടെ പോകുന്ന കറണ്ട് IOS ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ജസ്റ്റ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് ലൂപ്പിക്കേഷൻ എഴുതുകയാണ്. 20/s ഈക്വൽ ടു IOS ആണ് അവിടെ കൂടെ പോകുന്ന കറണ്ട്. സോ IOS ഇൻറ്റു 10 പ്ലസ് IOS ഇൻറ്റു 2s. റൈറ്റ്. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 20/2s പ്ലസ് 10 ഇൻറ്റു s ഈക്വൽ ടു IOS. എപ്പോഴും എസിൻ്റെ കോഎഫിഷ്യൻസ് യൂണിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സോ ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഞാൻ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ്. സോ ദാറ്റ് 10/s ഇൻറ്റു s പ്ലസ് 5 ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു IOS. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർഷ്യൻ ഫ്രാക്ഷൻ്റെ ഹെൽപ്പോട് കൂടിയേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ A/s പ്ലസ് B/s പ്ലസ് 5 ആയിട്ട് ഡിനോട്ട് ചെയ്യുകയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് A കാൽക്കുലേറ്റ് ചെയ്യാം. A ഈക്വൽ ടു എസ് വിട്ട് ബാലൻസ് വരുന്ന ഈ ടൈം കംപ്ലീറ്റ് ഞാൻ എഴുതുകയാണ്. 10/s പ്ലസ് 5 അപ്ലൈയിങ് s ഈക്വൽ ടു 0 ദാറ്റ് ഈസ് 10/5. സോ ദാറ്റ് A ഈക്വൽ ടു 2 എന്ന് വന്നു. സിമിലർലി ബിനും ഇതേ കണക്ക് തന്നെ ചെയ്യാണ്. 10/s അറ്റ് s ഈക്വൽ ടു -5 അപ്ലൈ ആണ്. സോ B ഈക്വൽ ടു 10/-5 ദാറ്റ് ഈസ് -2 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. അപ്പോൾ നമുക്ക് IOS ഡിനോട്ട് ചെയ്യാൻ പറ്റും. IOS ഈക്വൽ ടു 2/s മൈനസ് 2/s പ്ലസ് 5. റൈറ്റ്. ഇതിൽ നിന്ന് IOT ഡിനോട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാം. 2 കോമൺ ആണ്. അപ്പോൾ അതുകൊണ്ട് 2 ഞാൻ ഔട്ട്സൈഡ് ആയിട്ട് എടുത്തു. 1/sൻ്റെത് UT ആണ്. മൈനസ് 1/s പ്ലസ് 5 എഴുതി e റേസ് ടു -5t. T greater than 0 സ്വിച്ചിങ് നടന്നത്. അതുകൊണ്ട് UT ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് e റേസ് ടു -5t UT. റൈറ്റ്. സോ ഇത് നമുക്കിനി പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിട്ടിയത് കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ്. ഫസ്റ്റ് ഞാൻ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ പ്ലോട്ട് ചെയ്യുമ്പം വളരെ സിമ്പിളാണത്. T ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T ഈക്വൽ ടു ഈ ഫംഗ്ഷനിൽ T ഈക്വൽ ടു 0 കൊടുക്കുമ്പം e റേസ് ടു
സീറോ ആയിട്ട് വരും. ഈ പോർഷൻ e⁻⁵t എന്ന് പറഞ്ഞാൽ e⁻0 e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 1 - 1 ഈസ് 0. സോ അതിൻ്റെ മീനിങ് t = 0യിൽ കറണ്ട് 0 എന്നാണ്, റൈറ്റ്. ഇനി t = അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഈ വാല്യൂ e⁻⁵t എന്ന് പറയുന്നത് 0 ആവും. അപ്പം നമ്മുടെ ഫൈനൽ വാല്യൂ കിട്ടും. അത് കറസ്പോണ്ടിങ്ങിലി 2 ആയിരിക്കും, റൈറ്റ്. അപ്പം ആൾമോസ്റ്റ് ഈ ഫോമിൽ റൈസ് ചെയ്ത് പോകുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും കൂടെ സംശയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ ഫോമിൽ ഷേപ്പ് കണ്ടിന്യൂ ചെയ്യും. ഇതിലൊരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക, i(t) = 2 ആംപിയർ എന്ന് മാർക്ക് ചെയ്തിരിക്കണം, റൈറ്റ്. സിമിലർലി ഇത് ഇൻഡക്ടർ കറണ്ടാണ്. ഇനി നമുക്ക് വോൾട്ടേജിൻ്റെ ഫിഗർ ചെക്ക് ചെയ്യാം. സോ ഈ ലൂപ്പിലൂടെയുള്ള കറണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേ കറണ്ട് തന്നെയാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 10 ohmനും അക്രോസ് വരുന്നത്. സോ വോൾട്ടേജ് അക്രോസ് ദാറ്റ് 10 ohm, റൈറ്റ്. വോൾട്ടേജ് അക്രോസ് 10 ohm എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന i(t) ഇൻറ്റു ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 10, ദാറ്റ് ഈസ് 20 × 1 - e⁻⁵t ആയിട്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ വേറെ ഒരു വ്യത്യാസവും വന്നില്ല. ഇതേ ഷേപ്പ് തന്നെ ആംപ്ലിറ്റ്യൂഡ് 20 ആവുന്നു എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. സോ ഞാൻ വോൾട്ടേജിൻ്റെ പ്ലോട്ട് ചെയ്യുമ്പോൾ ടി കണക്കിത് 20 വോൾട്ടാണ്. t →∞ ഇത് 20 വോൾട്ടിലേക്ക് റീച്ച് ചെയ്യും. സോ ആൾമോസ്റ്റ് ഷേപ്പ് ഇതേ കണക്ക് വന്നു പോകും, റൈറ്റ്. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ അക്രോസ് R. നെക്സ്റ്റ് ഈ ക്വസ്റ്റിന് തന്നെ ഇത്രയൊന്നും പാടുപെടാതെ തന്നെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എഴുതാൻ പറ്റുന്നതാണ്. അത് ഇൻഡക്ടറിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. ഈ എഴുതുന്ന എക്സ്പ്രഷൻ നമ്മൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിന് മുമ്പിലുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അതേ കണക്ക് ചെയ്തതാണ്. ഈ ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ആൻസേഴ്സ് എളുപ്പം തന്നെ കിട്ടും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് സഫീഷ്യൻ്റ് ആണ് താനും. സോ അതും കൂടെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഈ എഴുതിയിരിക്കുന്നത് ഇൻഡക്ടർ കറണ്ട് = ഫൈനൽ കറണ്ട് - i⁻⁻ - i⁻⁻ e⁻⁻at എന്നാണ്. അതായത് ഫൈനൽ കറണ്ട് എന്ന് പറഞ്ഞാൽ സ്വിച്ച് t greater than 0 അപ്ലൈ എന്ന് പറഞ്ഞു. t →∞ ഉള്ള കറണ്ട് എത്രയാണെന്ന് നോക്കണം. ദാറ്റ് മീൻസ് ഈ സർക്യൂട്ടിൽ ഇൻഡക്ടർ ഷോർട്ട് ആവുകയാണ്. t →∞ ആകുമ്പോൾ ഇൻഡക്ടർ ഷോർട്ട് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുകയും അവിടെ കൊണ്ട് ആ ടൈമിൽ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 20/10 ആയിരിക്കും. ദാറ്റ് ഈസ് 2 ആംപിയർ ആയിരിക്കും. സോ i⁻⁻ = 2, i⁻⁻ അഗെയിൻ i⁻⁻ - i⁻⁻. ഇനിഷ്യൽ കറണ്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കത്തില്ല, കാരണം t >0 ഈ കറസ്പോണ്ടിങ്ങിലി സ്വിച്ച് ക്ലോസ് ആവുന്നു എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ t >0 മാത്രമാണ് നമ്മൾ 20 വോൾട്ട് DC കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ഇതിനകത്തൊരു കറണ്ടും ഇല്ലായിരുന്നു. നെക്സ്റ്റ് e⁻⁻at എ എന്ന് പറയുന്നത് 1 ടൈം കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു RL സർക്യൂട്ടാണ്. RL സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് L/R ആണ്. സോ 1/τ എന്ന് പറയുമ്പം R/L ആയി. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് ഇവിടെ 10 ആയിട്ട് തന്നിട്ടുണ്ട്. L എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഈസ് 5 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ e⁻⁻5t ദാറ്റ് ഈസ് 2 - 2 × e⁻⁻5t. ഇത് തന്നെയാണ് നമ്മൾ ഈ ഡെറൈവ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. സോ ഡയറക്റ്റ്ലി തന്നെ ഇത്ര എഴുതി നിങ്ങൾക്ക് ഫിഗർ വരച്ചാലും നിങ്ങൾക്ക് സഫീഷ്യൻ്റ് ആണ്, മാർക്ക് കിട്ടേണ്ടതും ആണ്. ക്ക് ശേഷമാണ് സ്വിച്ചിങ് നടത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിരുന്നു അത്. ഫൈൻഡ് ദ ലൂപ്പ് കറണ്ട് I2 ഇൻ ദ ഫിഗർ. സോ ഈ സെക്കൻഡറി ലൂപ്പിൽ പോകുന്ന കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഈക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വരയ്ക്കാം. 2 ohm ഇവിടെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഒരു 20 വോൾട്ട് സോഴ്സ് ഉണ്ടായിരുന്നു. 20∠0 ആയിട്ട് തന്നു. നെക്സ്റ്റ് ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കപ്ലിംഗ് നടക്കുന്നുണ്ട്. ഡോട്ട് കൺവെൻഷൻ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഒരു പോർഷൻ നോക്കുമ്പം ഡോട്ട് ഇവിടെയാണ്, കറണ്ട് ഡയറക്ഷൻ തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഡോട്ടിൽ കറണ്ട് എൻട്രി ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്. ഇവിടെയാണെങ്കിലോ കറണ്ട് I2 ഈ രീതിയിലാണ് തന്നിരിക്കുന്നത്. ഡോട്ടിൽ കറണ്ട് ലീവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് വരും, റൈറ്റ്. സോ ഇവിടെ J2 വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് അതിനകത്തോട്ട് വരുത്തുകയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടായിരിക്കുന്ന ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആൻഡ് നെഗറ്റീവ് +J1I2, റൈറ്റ്. ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. സിമിലർലി സെക്കൻഡറി പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. 8 ohm ഇവിടെ ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ J4 വന്നു. അതിനോടൊപ്പം ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരികയാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഡയറക്ഷന് കാരണം ഡോട്ട് കൺവെൻഷൻ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ്. ഇനി ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് J1 ആണ്. J1 ഈ ഫസ്റ്റ് പോർഷനിലൂടെ പോകുന്ന കറണ്ട് ദാറ്റ് ഈസ് J1I1, റൈറ്റ്. സോ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I1ഉം ഇവിടുത്തെ കറണ്ട് I2 ആണ്. ഇനി നമുക്ക് ക്രിച്ചോസ് വോൾട്ടേജ് ലോ വെച്ച് ലൂപ്പ് ഇക്വേഷൻസ് എഴുതാം.
ഫസ്റ്റ് വണ്ണിൽ വോൾട്ടേജ് സോഴ്സ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതിയാണ് 20 ആംഗിൾ 0 ഈക്വൽ ടു അവിടെ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. I1 ഇൻറ്റു 2 + J2, റൈറ്റ്, ഇമ്പിഡൻസ് 2 + J2. നെക്സ്റ്റ് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്നുണ്ട്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ -J1 I2, J1 ഇൻറ്റു I2 ഇക്വേഷൻ 1 ആയിട്ട് ഡിനോട്ട് ചെയ്തു. സിമിലർലി സെക്കൻഡ് സൈഡിൽ എടുക്കുകയാണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 0 ആയിട്ട് ഡിനോട്ട് ചെയ്തു. നെക്സ്റ്റ് ഇമ്പിഡൻസ് നോക്കിയാൽ മതിയാവും. I2 ഇൻറ്റു 8 + J4, റൈറ്റ്, I2 ഇൻറ്റു 8 + J4. പിന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്നുണ്ട്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെക്കാളും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ -J1 I1, റൈറ്റ്. ഈ കറണ്ട് ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്, ബട്ട് ഇതിൽ നിന്ന് ഡെലിവർ ചെയ്യുന്ന കറണ്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് I2 ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, റൈറ്റ്. ഞാൻ ഇതിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. I1 ഈക്വൽ ടു I2 ഇൻറ്റു 8 + 4J ബൈ J1, റൈറ്റ്. I1 -J1 I1 ഈക്വൽ ടു I2 ഇൻറ്റു 8 + 4J, ഓർ I1 ഈക്വൽ ടു ഈ ഫോമിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇത് ഇൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 20 ഈക്വൽ ടു I2, റൈറ്റ്. I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. I2 ഇൻറ്റു 8 + 4J ബൈ J. അപ്പോൾ I1 ആയി. ഇനി അടുത്ത ഇത് 2 + J2 -J1 I2. സോ I2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. I2 ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 8 + 4J ബൈ J, 8 + 4J ബൈ J. ബ്രാക്കറ്റ്സ് പ്രോപ്പർലി ഇൻസേർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ എറർ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻറ്റു 2 + J2 -J1, റൈറ്റ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 0.780 ആംഗിൾ 20.55 എന്ന് ഒബ്റ്റെയിൻ ചെയ്യും, 20.55 ഡിഗ്രി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എ സീരീസ് RLC സർക്യൂട്ട് വിത്ത് R ഈക്വൽ ടു 5 ohm, L ഈക്വൽ ടു 1 Henry, C ഈക്വൽ ടു 0.25 Farad is connected to a 10 volt DC supply at T equal to 0. Find the expression for find the expression for first one, the current I of T through the circuit, and second one, the voltage across the capacitor V of T using Laplace transformation technique, റൈറ്റ്. സോ ടൈം ഡൊമൈനിലെ സർക്യൂട്ട് ഇതേ കണക്കിരിക്കും. നമ്മളിതിനെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാൻ ഈ ഫിഗറിൽ തന്നെ അത് മോഡിഫൈ ചെയ്യാണ്. സോ 1 Henry എന്ന് പറയുന്നത് SL ആയിട്ടാണ് മാറേണ്ടത്. L ഈക്വൽ ടു 1 Henry എന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് S1 ആയിട്ട് മാറും. നെക്സ്റ്റ് 1/SC എന്നാണ് കപ്പാസിറ്ററിൻ്റെ. ദാറ്റ് മീൻസ് 1/S ഇവിടെ C ഈക്വൽ ടു 0.25 ആണ്, അല്ലെങ്കിൽ 4/S ആയിട്ട് മാറും, റൈറ്റ്. സോ ഇത് 4/S ആവും. സിമിലർലി വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ 10/S ആയിരിക്കും. ഇനിഷ്യലി ഉള്ള കണ്ടീഷൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതായത് ഇനിഷ്യൽ ചാർജസ് അല്ലെങ്കിൽ ഇനിഷ്യൽ വോൾട്ടേജും കറൻറ്റും ഒക്കെ 0 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. ഇനി ഇവിടുത്തെ ലൂപ്പിക്കേഷൻ എഴുതി നമുക്ക് സോൾവ് ചെയ്യാം. പോകുന്ന കറണ്ട് I(S) ആണ്. ദാറ്റ് മീൻസ് 10/S ഈക്വൽ ടു I(S) ഇൻറ്റു 5 പ്ലസ് ഇൻഡക്റ്റൻസിൻ്റെ S പ്ലസ് കപ്പാസിറ്റൻസിൻ്റെ 4/S, റൈറ്റ്. ദാറ്റ് ഈസ് S കൊണ്ടുവന്ന് ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് I(S) ഇൻറ്റു 5S പ്ലസ് S² പ്ലസ് 4, ഓർ I(S) ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ S² പ്ലസ് 5S പ്ലസ് 4. ദാറ്റ് ഈസ് I(S) ഈക്വൽ ടു 10/S പ്ലസ് 4. പാർഷ്യൽ ഫ്രാക്ഷൻ സിംപ്ലിഫൈ ചെയ്യാണ് ഞാനിത്. S² പ്ലസ് 5S പ്ലസ് 4 എന്ന് പറയുന്നത് S പ്ലസ് 4 ഇൻറ്റു S പ്ലസ് 1 ആണ്, റൈറ്റ്. ഇനി ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷനിൽ സിംപ്ലിഫൈ ചെയ്യാം. സോ A/S പ്ലസ് 4 പ്ലസ് B/S പ്ലസ് 1 ആയിട്ട് ഡിനോട്ട് ചെയ്തു. A ഈക്വൽ ടു ബാലൻസ് വരുന്ന ടൈം, ദാറ്റ് ഈസ് 10/S പ്ലസ് 1ൽ S ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 10/-3, റൈറ്റ്. A ഈക്വൽ ടു 10/-3 എന്ന് തോന്നുന്നു. സിമിലർലി B നമുക്ക് ചെക്ക് ചെയ്യാം. 10/S പ്ലസ് 4ൽ S ഈക്വൽ ടു -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദാറ്റ് ഈസ് 10/3 എന്ന് തോന്നുന്നു. സോ ഇത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I(S) ഈക്വൽ ടു A എന്ന് പറയുന്നത് -10/3 ഡിവൈഡഡ് ബൈ S പ്ലസ് 4
സിമിലർലി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് 10/3/s+1. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം കൊടുക്കാം. ദാറ്റ് ഈസ് ഐ ഓഫ് ടി ഈക്വൽ ടു ആദ്യം പോസിറ്റീവായിട്ടുള്ള ടേം നമുക്ക് എടുത്തെഴുതാം 10/3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി പ്ലസ് മൈനസ് 10/3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 4t യു ഓഫ് ടി ആയിട്ട് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാം. നമുക്കറിയാം ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 10/s എന്ന് പറയുന്ന എസ് ഡൊമൈനിൽ കാണുന്ന ഈ വോൾട്ടേജ് ഈ 5 ഓമിന് അക്രോസ് സ്പ്ലിറ്റ് ആവും. സിമിലർലി ഈ ഇൻഡക്ടറിന് അക്രോസ് സ്പ്ലിറ്റ് ആവും. സിമിലർലി ഈ കപ്പാസിറ്ററിന് അക്രോസും സ്പ്ലിറ്റ് ആവും. റൈറ്റ്, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നതും. അപ്പം ഈ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഇവിടെ സീരീസ്ലി വോൾട്ടേജുകളെല്ലാം സ്പ്ലിറ്റ് ആവും. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിനെ ഈ ഫോമിൽ ഡിനോട്ട് ചെയ്യാം. ടോട്ടൽ വോൾട്ടേജ് 10/s മൈനസ് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ദാറ്റ് ഈസ് ഐ ഓഫ് എസ് ഇൻറ്റു 5 മൈനസ് ഐ ഓഫ് എസ് ഇൻറ്റു S1. റൈറ്റ്, അതായത് ഈ വോൾട്ടേജ് 10/s എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിലായിട്ട് സ്പ്ലിറ്റ് ആവും. സോ 10/s മൈനസ് ഇതിലെ വോൾട്ടേജ്, അതായത് 5 ഓമിലെ വോൾട്ടേജ് മൈനസ് ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് ചെയ്യുമ്പോൾ എനിക്ക് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കിട്ടും. കാരണം ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ആൾറെഡി ഐ ഓഫ് എസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള റെസിസ്റ്റൻസ് ആണ് മിയർ മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ കറസ്പോണ്ടിങ് ഇൻഡക്ടറിൻ്റെ വാല്യൂ ആണെങ്കിലും സിമ്പിളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്തു പോകുന്നത്. റൈറ്റ്, സോ 10/s മൈനസ് ഐ ഓഫ് എസ് ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ് അടുത്ത ടേംസിൽ നിന്ന്. ദാറ്റ് ഈസ് 5 പ്ലസ് എസ്. റൈറ്റ്, 5 പ്ലസ് എസ് ദാറ്റ് ഈസ് 10/s മൈനസ് ഐ ഓഫ് എസിന് ഞാൻ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഐ ഓഫ് എസ് നമുക്ക് കിട്ടിയത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പിലുള്ളത് ഞാൻ ചെയ്യുകയാണ്. കാരണം ഇവിടെ s+5 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. സോ മൈനസ് 10/s+4 ഇൻറ്റു s+1. ന്യൂമറേറ്റർ സൈഡിൽ ഐ ഓഫ് എസ് ചെയ്തു, ഇനി ന്യൂമറേറ്റർ സൈഡിൽ s+5. റൈറ്റ്, അപ്പം എഗെയിൻ ഈ ഒരു ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് സിംപ്ലിഫൈ ചെയ്യണം. സോ ഈ ഫംഗ്ഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. 10 ഇൻറ്റു s+5 ഡിവൈഡഡ് ബൈ s+4 ഇൻറ്റു s+1 ദാറ്റ് ഈസ് a/s+4 പ്ലസ് b/s+1. സോ ദാറ്റ് a ഈക്വൽ ടു ബാലൻസ് വരുന്ന പോർഷനിൽ s ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് s ഈക്വൽ ടു -4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു -4 + 5 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ -4 + 1 ദാറ്റ് ഈസ് -3. സോ a ഈക്വൽ ടു -10/3. സിമിലർലി b ഈക്വൽ ടു s ഈക്വൽ ടു -1 ഈ ഒരു പോർഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റ്, സോ 10 ഇൻറ്റു -1 + 5 ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 4 - 1 3 ദാറ്റ് ഈസ് 40/3. സോ വി സി ഓഫ് എസ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജിനെ നമുക്ക് 10/s. റൈറ്റ്, 10/s മൈനസ് നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഈസ് മൈനസ് കോമൺ ആയിരുന്നു. സോ അതുകൊണ്ട് പ്ലസ് 10/3/s+4 അഗെയിൻ ബൈ s+1. ബി എന്ന് പറയുന്നത് 40/3 ആണ്. ഒരു മൈനസ് ഇവിടെ ഉണ്ട്. ഇവിടെ ബി നമുക്ക് പോസിറ്റീവായിട്ടാണ് കിട്ടിയ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് വന്നു. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. വി സി ഓഫ് ടി ഈക്വൽ ടു 10/sൻ്റെത് 10 ഇൻറ്റു യു ഓഫ് ടി ആണ്. മൈനസ് 10/3 1/s+aയുടെ e റൈസ് ടു -80 ആയതുകൊണ്ട് ഇത് e റൈസ് ടു -40 ആയി. നെക്സ്റ്റ് -40/3. റൈറ്റ്, ഇവിടെ പ്ലസ് ആയിരുന്നു. റൈറ്റ്, -40/3 ഇൻറ്റു e റൈസ് ടു -t. സോ ഇതായിരിക്കും കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ്. സോ നെക്സ്റ്റ് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഉണ്ടായിരുന്നത്. ദ ഫോളോയിങ് മെഷർമെൻറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഇൻ എ 2-port നെറ്റ്വർക്ക്. ഇഫ് 2 such identical networks are connected in parallel, find the y parameters of the overall network. റൈറ്റ്, സോ ഒരു ടേബിളർ കോളം തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻപുട്ട് പോർട്ട് ടെർമിനൽസ് ഷോർട്ടഡ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇൻപുട്ട് പോർട്ട് ടെർമിനൽ ഷോർട്ടഡ്. ഇൻപുട്ട് പോർട്ട് ഷോർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇൻപുട്ട് പോർട്ട് 1 ആണ്. ഇൻപുട്ട് പോർട്ട് ടെർമിനൽ ഷോർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് V1 = 0 ആക്കുമ്പോൾ ഉള്ള പാരാമീറ്റേഴ്സാണ്. V1 = 0 ആക്കിയപ്പോൾ ഇവർ പറയുന്നത് ഇൻപുട്ട് പോർട്ട് കറണ്ട് ദാറ്റ് ഈസ് I1 = -2 ആംപിയർ. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് V2 = 10 വോൾട്ട്. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് കറണ്ട് ദാറ്റ് ഈസ് I2 = 5 ആംപിയർ ആയിട്ട് വന്നു. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് ടെർമിനൽ ഷോർട്ടഡ് ദാറ്റ് ഈസ്
ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയുന്നത് 2 ഡാഷ് ആണ്. ഷോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ V2 ആണ് 0 ആകുന്നത്, അല്ലെങ്കിൽ V ആണ് 0 ആകുന്നത്. അതിൽ നിന്ന് ഇൻപുട്ട് പോർട്ട് വോൾട്ടേജ് ആണ് ആദ്യം മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇൻപുട്ട് പോർട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ V1 ഈക്വൽ ടു 5 വോൾട്ട്. നെക്സ്റ്റ് ഇൻപുട്ട് പോർട്ട് കറണ്ട് I1 ഈക്വൽ ടു 2.5 ആംപിയർ. സിമിലർലി ഔട്ട്പുട്ട് പോർട്ട് കറണ്ട് ദാറ്റ് ഈസ് I2 ഈക്വൽ ടു -1 ആംപിയർ. V1 ഈക്വൽ ടു 0യും V2 ഈക്വൽ ടു 0യും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പാരാമീറ്റേഴ്സ് Y പാരാമീറ്റേഴ്സ് ആണ്. റൈറ്റ്, Y പാരാമീറ്റേഴ്സിൽ നമുക്കറിയാം I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. സിമിലർലി I2 ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2. ഇത് ഓർത്തിരിക്കാനും എളുപ്പമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അതായത് ഈ സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് ഇക്വേറ്റഡ് ടു 0 ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് Y പാരാമീറ്റർ. ഇവിടെ V1 ആൻഡ് V2 ആണ് 0 ആക്കിയിരിക്കുന്നത്. സോ ഇനി ഇതിൽ ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Y11 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. Y11 ഒബ്റ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നത് V2 ഈക്വൽ ടു 0 സെക്കൻഡ് കേസിലാണ്. ആ ടൈമിൽ I1/V1 ആണ് എടുക്കേണ്ട. I1 ഈക്വൽ ടു 2.5, V1 ഈക്വൽ ടു 5, ദാറ്റ് ഈസ് 1/2 ആയിട്ട് നമുക്ക് Y11 ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് Y12 എന്ന് പറഞ്ഞാൽ I1/V2 അറ്റ് V1 ഈക്വൽ ടു 0. റൈറ്റ്, I1/V2 -2/10 or -1/5. സിമിലർലി Y21 എന്ന് പറഞ്ഞാൽ I2/V1 അറ്റ് V2 ഈക്വൽ ടു 0. I2 ഇതാണ്, V1 ഇതാണ്. സോ -1/5. സിമിലർലി ലാസ്റ്റ് കേസാണ് Y22, ദാറ്റ് ഈസ് V1 ഈക്വൽ ടു 0 ആകുമ്പം I2/V2 ആണ്. I2/V2 ദാറ്റ് ഈസ് 5/10 or 1/2. സോ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയത് Y പാരാമീറ്റേഴ്സാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന ഫൈൻഡ് ദ Y പാരാമീറ്റേഴ്സ് ഓഫ് ദ ഓവറോൾ നെറ്റ്വർക്ക്. സോ ടോട്ടൽ നെറ്റ്വർക്കിൻ്റെ വേറെ ഒന്നുമല്ല, ഇൻഡിവിജ്വൽ സമ്മേഷനാണ്. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/2 1 ആയിട്ട് വന്നു. നെക്സ്റ്റ് -1/5 -1/5 ദാറ്റ് ഈസ് -2/5. എഗെയിൻ ഇവിടെ -2/5. ഇനി എഗെയിൻ ഇവിടെ 1. സോ ഓവറോൾ സർക്യൂട്ടിൻ്റെ Y പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 -2/5 -2/5 ആൻഡ് 1. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണിത്. കാണുമ്പം ഒരു പക്ഷേ ഒരു ബുദ്ധിമുട്ട് തോന്നാമെന്നുണ്ടെങ്കിലും ഇത് വളരെ എളുപ്പം നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ കഴിയുന്നതുമാണ്. ഇതിൻ്റെ യൂണിറ്റും കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം, മോ. സോ നെക്സ്റ്റ് എന്ന് പറയുന്ന 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ദ പോർട്ട് കറൻറ്റ്സ് ഓഫ് എ 2 പോർട്ട് നെറ്റ്വർക്ക് ആർ ഗീവൺ ബൈ I1 ഈക്വൽ ടു 4V1 -2V2 ആൻഡ് I2 ഈക്വൽ ടു -2V1 പ്ലസ് 5V2. ഫൈൻഡ് ദ ഇക്വലന്റ് പൈ നെറ്റ്വർക്ക്. സോ ഈ തന്നിരിക്കുന്നത് ഡയറക്റ്റ്ലി Y പാരാമീറ്റേഴ്സിൻ്റെ എക്സ്പ്രഷനാണ്. റൈറ്റ്, I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2 ആൻഡ് സിമിലർലി I2 ഈക്വൽ ടു Y21 V1 പ്ലസ് Y22 V2 എന്നുള്ളതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി Y മെട്രിക്സ് നോട്ട് ചെയ്യാൻ പറ്റും. 4 -2 -2 5. റൈറ്റ്, പൈ മെട്രിക്സ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത് ഒരു പൈ നെറ്റ്വർക്കാണ്. അപ്പം ഞാനൊരു പൈ നെറ്റ്വർക്ക് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ പോകുന്ന കറൻറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. I1 ആണ് ഈ കറണ്ട്, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. സിമിലർലി ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്. ഇത് 1 ഡാഷ് ആണ്. ഇത് 2 ഡാഷ് ആണ്. സിമിലർലി വോൾട്ടേജ് V2 ആണ്. ഇനി ഈ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ഓർക്കേണ്ടത് പൈ നെറ്റ്വർക്ക് നമുക്ക് ഡയറക്റ്റ്ലി മാർക്ക് ചെയ്യുന്നത് അഡ്മിറ്റൻസ് ആണ്. YA YB YC ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. റൈറ്റ്, ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇതാണെന്ന് പറയാൻ കാരണം ഇത് Y മെട്രിക്സിൽ നിന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനി അറിയാം Y11 എന്ന് പറയുന്നത് Y11 ഇവിടെ 4 ആണ്. Y11 എന്ന് പറഞ്ഞ ഈ ഫിഗർ വെച്ച് നോക്കുമ്പം ഫസ്റ്റ് നോഡ്, റൈറ്റ്, 1 ഡാഷ്, സിമിലർലി 2 ഡാഷ്. ഈ 1 ഡാഷ്, അത് ഈ ഫസ്റ്റ് നോഡിൽ 1 ഡാഷ് എന്ന് പറഞ്ഞ ഈ നോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ അഡ്മിറ്റൻസസിൻ്റെ സമ്മാണ്. റൈറ്റ്, സോ ദാറ്റ് ഈസ് Y11 ഈക്വൽ ടു YA പ്ലസ് YB. റൈറ്റ്, അതായത് ഇവിടുത്തെ അഡ്മിറ്റൻസ് പ്ലസ് ഇവിടുത്തെ അഡ്മിറ്റൻസ്. സിമിലർലി Y12 നമുക്ക് ചെക്ക് ചെയ്യാം. Y12 എന്ന് പറയുന്നത് ഫസ്റ്റ് നോഡും സെക്കൻഡ് നോഡും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന അഡ്മിറ്റൻസിൻ്റെ സമ്മാണ്. അത് YB ആണ്. ബട്ട് ഓർക്കണം, കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക. I1 ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും I2 റിവേഴ്സും ആണ്. സോ അതുകൊണ്ട് തന്നെ Y12 എന്ന് പറയുന്നത് -YB ആയിരിക്കും. റൈറ്റ്, സിമിലർലി അടുത്ത Y21 YB തന്നെയാണ്, അതായത് -YB തന്നെയാണ്. സിമിലർലി Y22 എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ അഡ്മിറ്റൻസസ് ആണ്. ദാറ്റ് ഈസ് YB പ്ലസ് YC. റൈറ്റ്, ഇനി നമുക്ക് Y11 നിന്ന് YA YB ആൻഡ് YC കാൽക്കുലേറ്റ് ചെയ്യാം. ഈ എക്സ്പ്രഷൻസ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത് YB ആണ്. സോ YB ഈക്വൽ ടു -Y12 ആണ്. ദാറ്റ് ഈസ്
വൈ ബി ഈക്വൽ ടു 2 ആയിട്ട് വന്നു. വൈ ബി 2 ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈ എ ഈ എക്സ്പ്രഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വൈ എ ഈക്വൽ ടു y11 മൈനസ് വൈ ബി ദാറ്റ് ഈസ് y11 എന്ന് പറയുന്ന 4 ആണ്, റൈറ്റ്. 4 മൈനസ് വൈ ബി ഈക്വൽ ടു ഇപ്പോൾ കിട്ടി 2 ദാറ്റ് ഈസ് വൈ എ ഈക്വൽ ടു 2. സിമിലർലി വൈ സി കാൽക്കുലേറ്റ് ചെയ്യാം. വൈ സി ഈക്വൽ ടു y22 മൈനസ് വൈ ബി. y22 ക്വസ്റ്റ്യന് തരുന്നത് 5 ആയിട്ടാണ്. 5 മൈനസ് വൈ ബി അഗെയിൻ 2 ആണ്, ദാറ്റ് ഈസ് 3 ആവും, റൈറ്റ്. സോ നമുക്ക് കറസ്പോണ്ടിങ് പൈ നെറ്റ്വർക്കിൻ്റെ ഫിഗർ ഇതേ കണക്കിരിക്കും, റൈറ്റ്. y11 എന്ന് പറയുന്നത് വൈ എ എന്ന് പറയുന്നത് 2 മോയാണ്, റൈറ്റ്. സിമിലർലി ഷെയർ ചെയ്യുന്ന വൈ ബി എന്ന് പറയുന്നതും 2 മോയാണ് ആൻഡ് ഇതെന്ന് പറയുന്നത് 3 മോയാണ്, റൈറ്റ്. സോ അനദർ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. ഫൈൻഡ് ദ ടി പാരാമീറ്റേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക് ആൻഡ് ഹെൻസ് ഫൈൻഡ് വെദർ ദ നെറ്റ്വർക്ക് ഈസ് റെസിപ്രോക്കൽ, റൈറ്റ്. സോ ട്രാൻസ്മിഷൻ പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് ട്രാൻസ്മിഷൻ മെട്രിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതാം. V1 I1 ഈക്വൽ ടു എ ബി സി ഡി V2 മൈനസ് I2, റൈറ്റ്. ഇതിൽ നിന്ന് ഫസ്റ്റ് സെറ്റ് കിട്ടുന്നത് V2 ഈക്വൽ ടു 0 ആകുമ്പോഴാണ്, റൈറ്റ്. V2 ഈക്വൽ ടു 0 ആക്കാം. V2 ഈക്വൽ ടു 0 ആകുമ്പോൾ ഫിഗർ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാം. ഒരു 1 ഓം വന്നു, അനദർ ഒരു 1 ഓം വന്നു, ഒരു 2 ഓം വന്നു. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതോടുകൂടി 1 ഓം ഈ സർക്യൂട്ടിൽ ഇല്ലാത്ത എഫക്റ്റാണ് ഉണ്ടാകുന്നത്. സോ V2 ഈക്വൽ ടു 0 ആയി. ഇവിടെ കൂടെ ആ ടൈമിൽ, അതായത് ഈ ഡയറക്ഷനിൽ പോകുന്ന കറണ്ടാണ് I2 ആയിട്ടുള്ളത്. ഇനി ഇവിടെ അപ്ലൈ ചെയ്യുന്ന കറണ്ടാണ് I1. ഞാൻ സൊല്യൂഷൻ സിംപ്ലിഫിക്കേഷന് വേണ്ടി ഒരു ടെസ്റ്റ് 1 ആംപിയർ കറണ്ട് സോഴ്സ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. കാരണം ഈ പാരാമീറ്റേഴ്സ് എല്ലാം ബേസിക്കലി റേഷ്യോസ് ആണ്. അതായത് I1 ഈക്വൽ ടു 1 ആംപിയർ ആണ്, V2 ഇപ്പം 0 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് I2 ഇതിൽ നിന്ന് ഡയറക്റ്റ്ലി എഴുതാം. ഇവിടം വരെ 1 ആംപിയർ വരുന്നുണ്ട്, പിന്നെ 1 ആംപിയർ സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ആണ്. ടോട്ടൽ കറണ്ട് 1 ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് 2 divided by total resistance 2 plus 1 3, that is I2 equal to minus 2/3, right. അപ്പോൾ നമുക്ക് I2 equal to minus 2/3 എന്ന് കിട്ടി. കാരണം I1 I2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. ഇനി V1 കാൽക്കുലേറ്റ് ചെയ്യാം. V1 എന്ന് പറയുന്നത് ഈ 2 പോയിൻറ്റ്സിന് ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് ആണ്, ദാറ്റ് ഈസ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറണ്ട് ഇവിടെ കൂടെ പോകുന്ന കറണ്ട് 1 ആംപിയർ ആണ്. 1 ഇൻറ്റു റെസിസ്റ്റൻസ് നോക്കാം, 2 പാരലൽ 1 പ്ലസ് 1. 2 പാരലൽ 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/2 പ്ലസ് 1 ഈസ് 3 പ്ലസ് 1, ദാറ്റ് ഈസ് V1 ഈക്വൽ ടു 2/3 പ്ലസ് 3/3 ഓർ 5/3. V1 ഈക്വൽ ടു 5/3 എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. സോ V2 ഈക്വൽ ടു 0 ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാരാമീറ്റേഴ്സ് V2 ഈക്വൽ ടു 0 ആകുമ്പോൾ V1 ഈക്വൽ ടു B minus B I2, that is B obtain B equal to minus of V1 by I2, right. Similarly D equal to minus of I1 by I2. ഈ എക്സ്പ്രഷനിൽ V2 0 ആകുമ്പോൾ V1 equal to B V2 എന്നും V1 equal to minus B V2 എന്നും സിമിലർലി I1 equal to minus D I2 എന്നും കിട്ടും. അതിൽ നിന്ന് D equal to minus I1 by I2 ആൻഡ് B equal to minus V1 by V2. സോ B equal to സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി 5/3 by minus 2/3, that is minus 5/2 ആയിട്ട് നമുക്ക് B ഒബ്റ്റെയിൻ ചെയ്യും. സിമിലർലി D ചെക്ക് ചെയ്യാം. D ഈക്വൽ ടു മൈനസ് I1 by I2, ദാറ്റ് ഈസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2/3 ഓർ 3/2 ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും D. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കേസ് ചെക്ക് ചെയ്യാം. സെക്കൻഡ് കേസിൽ അടുത്ത ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ആയിട്ടുള്ള I2 ഈക്വൽ ടു 0 ആക്കുകയാണ്. ആ ടൈമിൽ ഫിഗർ എങ്ങനെ മോഡിഫൈ ചെയ്യും ചെക്ക് ചെയ്യാം. 1 ഓം ഇവിടെ ഉണ്ടായിരുന്നു, നെക്സ്റ്റ് ഒരു 2 ഓം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇവിടെ ഒരു 1 ഓം വന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ടെസ്റ്റ് 1 ആംപിയർ കറണ്ട് സോഴ്സ് ഇവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്നു. സോ I1 ഈക്വൽ ടു 1 ആംപിയർ ആക്കി മെയിൻറ്റെയിൻ ചെയ്തു. ഇവിടുത്തെ വോൾട്ടേജാണ് V1. ഇനി ഇവിടെ ഒരു 1 ഓം ഉണ്ടായിരുന്നു, I2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഈ 1 ഓമും സീരീസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ വോൾട്ടേജാണ് V2, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ തന്നിരിക്കുന്ന I1 ഈക്വൽ ടു 1 ആംപിയർ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തു. സിമിലർലി I2 ഈക്വൽ ടു 0 ആണ്. ബാലൻസ് V1 V2 ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. V1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. കറണ്ട് 1 ആംപിയർ ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ 1 ഓം പ്ലസ് 1 ഓം സീരീസ് ആണ്. സോ അതുകൊണ്ട് 2 ഓം ആയി. 2 ഓം ഇൻ പാരലൽ വിത്ത് 2 ഓം, ദാറ്റ് ഈസ് 1 ഓം ആയി. 1 ഓം പ്ലസ് 1 ഓം, ദാറ്റ് ഈസ് 2 ഓം. സോ V1 ഈക്വൽ ടു 2 വോൾട്ട് എന്ന് തോന്നുന്നു. സിമിലർലി V2 ഈക്വൽ ടു
കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ കൂടെ പോകുന്ന കറണ്ട് അറിയാമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ആണ്. ഈ ഒരു പോയിന്റ് വരെ 1 ആംപിയർ വന്നു, എന്നിട്ടാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുന്ന. സോ ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 1 + 1 ദാറ്റ് ഈസ് 4, ദാറ്റ് ഈസ് 1/2 ആയിട്ട് വോൾട്ടേജ് V2 ഒബ്റ്റെയിൻ ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ മാർക്ക് ചെയ്യാം. എ = V1/V2. V1 എന്ന് പറയുന്നത് 2ഉം V2 എന്ന് പറയുന്നത് 1/2 ആണ്. സോ 2 / 1/2 ഓർ 4 ആയിട്ട് നമുക്ക് എ ഒബ്റ്റെയിൻ ചെയ്യും. അടുത്ത് നമുക്ക് സി ഒബ്റ്റെയിൻ ചെയ്യാം. സി = I1/V2. I1 എന്ന് പറയുന്നത് 1 ആണ്, 1 ആംപിയർ ആണ്. V2 എന്ന് പറയുന്നത് 1/2 ആണ്. ദാറ്റ് ഈസ് 2 ആയിട്ട് നമുക്ക് കറസ്പോണ്ടിങ് സിയും ഒബ്റ്റെയിൻ ചെയ്യും. സോ മാട്രിക്സ് ABCD ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. -5/2, A = 4, റൈറ്റ്. A = 4. B എന്ന് പറയുന്നത് -5/2. നെക്സ്റ്റ് സി എന്ന് പറയുന്നത് 2 ആയിരുന്നു. ഡി എന്ന് പറയുന്നത് 3/2. ഇനി നെക്സ്റ്റ് ഭാഗത്ത് ക്വസ്റ്റ്യന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണോ അല്ലയോ എന്നുള്ളതാണ്. റെസിപ്രോക്കലിൻ്റെ കണ്ടീഷൻ AD - BC = 1 ആവണം. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 4 × 3/2 - B × C, ദാറ്റ് ഈസ് +5/2 × 2. സോ അത് നോട്ട് ഈക്വൽ ടു 1. സോ അതുകൊണ്ട് തന്നെ നോട്ട് റെസിപ്രോക്കൽ. സോ ഇതൊരു സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ആൾമോസ്റ്റ് നമ്മൾ 75 മാർക്സ് പ്രോബ്ലംസ് വഴി ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിരിക്കുകയാണ്. ഓപ്ഷൻസ് ഇൻക്ലൂഡിങ് 75 മാർക്സ് ആണ്. ബാലൻസ് ഇതിനകത്ത് ഞാൻ സ്കിപ്പ് ചെയ്തിരിക്കുന്നത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും സിമിലർലി 2019 സ്കീം തൊട്ട് ഇല്ലാത്ത പോർഷൻസും ആണ്. സോ ആൾമോസ്റ്റ് 75 മാർക്സ് നമ്മൾ ഈ ഒരു ചെറിയൊരു ടൈമിൽ കവർ ചെയ്തിട്ടുണ്ട്. സോ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.